ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 VHSC ഇൻഡെക്സ് മാർക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. +2 VHSC ആയാലും HSC ആയാലും നമ്മുടെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സയൻസ് വിഷയങ്ങളായിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ സബ്ജക്റ്റുകളുടെ മാർക്ക് ഉപയോഗിച്ചിട്ടാണ്. അതായത് +2 HSC ആയാലും VHSC ആയാലും ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരേപോലെയാണ്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങളുടെ +1ൻ്റെ മാർക്ക് പരിഗണിക്കുന്നതല്ല, +2ൻ്റെ മാർക്ക് മാത്രമാണ് പരിഗണിക്കുന്നത്. +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്റ്റുകളുടെ മാർക്കാണ് അതിനായിട്ട് വേണ്ടത്. നിങ്ങൾക്ക് ഇനി +2 ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ സർട്ടിഫിക്കറ്റിൽ NSSന് ഗ്രേസ് മാർക്കാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് എന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഞാനിവിടെ കാണിച്ചു തരാം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. നിങ്ങളുടെ +2 ഫിസിക്സ് എന്നിവയിലെ മാർക്കാണ് വരുന്നത്. ഈ 3 സബ്ജക്റ്റുകളും ടോട്ടലി വരുന്നത് 120ലാണ്. ഇതിൽ നിങ്ങളുടെ പ്രാക്ടിക്കൽ മാർക്ക് കിട്ടിയ 40, നിങ്ങൾക്ക് എത്രയാണോ പ്രാക്ടിക്കൽ മാർക്ക് കിട്ടിയിട്ടുള്ളത് പ്രാക്ടിക്കലിൻ്റെ മാർക്കും, പിന്നെ നിങ്ങളുടെ CE മാർക്ക് നിങ്ങൾക്ക് എത്രയാണോ കിട്ടിയിട്ടുള്ളത് അതും വേണം. CE മാർക്കും പിന്നെ നിങ്ങളുടെ TE മാർക്ക്, നിങ്ങൾക്ക് എഴുതിയിട്ട് എത്രയാണോ ഈ സബ്ജക്റ്റിനൊക്കെ കിട്ടിയിട്ടുള്ളത് ആ മാർക്കും കൂടെ വേണം. അതായത് +2 പ്രാക്ടിക്കലിൻ്റെ മാർക്ക്, CE മാർക്ക്, TE മാർക്ക് പ്ലസ് ഗ്രേസ് മാർക്ക്. ഇവിടെ ഫിസിക്സിന് ഗ്രേസ് മാർക്കില്ല. കെമിസ്ട്രിക്ക് ഒരു 4 മാർക്കും ബയോളജിക്ക് ഒരു 2 മാർക്കും ഗ്രേസ് മാർക്കുണ്ട്. ഇനി ഞാനിവിടെ കാൽക്കുലേറ്റ് ചെയ്യാണ്. ഈ 4 ഇതും കൂട്ടുക. അപ്പോൾ നമുക്ക് കിട്ടുക 109ആണ്. ടോട്ടൽ വരുന്നത് 120ലാണ്. ഇൻറ്റു നമുക്ക് 100ലേക്ക് ചെയ്യാം, കാരണം നമുക്കിത് പെർസെൻറ്റേജിൽ കിട്ടാനാണ്. അപ്പോൾ നമുക്ക് കിട്ടുക 90.83% ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 110 ഡിവൈഡഡ് ബൈ 120 ഇൻറ്റു 100 ഇത് കൂട്ടിയതാണ് ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുക 91.16% നെക്സ്റ്റ് നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാം. 119 ഡിവൈഡ് ബൈ 120 ഇൻറ്റു 100 ഇവിടെ കിട്ടുക 99.16% അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയ ഈ പെർസെൻറ്റേജുകൾ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യാം. 16%. അപ്പോൾ നമുക്കിത് 3 അതായത് ഈ വാല്യൂസ് പെർസെൻറ്റേജുകൾ ആഡ് ചെയ്താൽ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതാണ്. അത് പെർസെൻറ്റേജിലേക്ക് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കാണ് 281.65 എന്നുള്ളത്. നമുക്കിതിൻ്റെ പെർസെൻറ്റേജാണ് വേണ്ടത്. പെർസെൻറ്റേജ് കാണാൻ ആദ്യം നമുക്ക് 300നെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് 100നെ കൊണ്ട് ഇൻറ്റു ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ പെർസെൻറ്റേജ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇൻഡെക്സ് മാർക്ക് ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അത് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.